എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ 6 days വെബിനാറിന്റെ ലാസ്റ്റ് ഡേ ആണ്. കേരള കൗൺസിലേഴ്സ് ഫോറും പ്രചോദനയും ഒരുമിച്ച് നടത്തുന്ന ഈ വെബിനാറിന്റെ 6ാമത്തെ ദിവസം നമുക്കൊരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി ശ്രീജയെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീജ ശ്രീനിവാസ് ക്ഷണിച്ചുകൊള്ളുന്നു. ലോകം സുഖം പകരാനും സ്നേഹം ലോകം മുഴുവൻ പകരാനും സ്നേഹം കദന പാട്ടിൻ നടുവിൽ പഴുതളിക്കോ ലോകം മുഴുവൻ സുഖം പകരാനും സ്നേഹം താങ്ക് യു ശ്രീജ. നമ്മൾ കഴിഞ്ഞ 5 ദിവസമായിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് പല പേഴ്സ്പെക്റ്റീവിലും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പലരിൽ നിന്ന്. ഡേ 1 നമ്മുടെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ മെന്റൽ ഹെൽത്ത് എപ്പോഴെങ്കിലും ഡിക്ലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിംറ്റംസ് കുറിച്ചു വെച്ചിട്ട് യു ഹാവ് ടു സീക്ക് ഹെൽപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ഡേ 2 ഗായത്രി മാം മീഡിയ ആൻഡ് മെന്റൽ ഹെൽത്ത് എന്ന വിഷയത്തില് ന്യൂ മീഡിയയെ ഒരു ബോധവൽക്കരണത്തിന്റെ ആവശ്യമുണ്ടെന്നും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഒരു മീഡിയ ആയി പ്രവർത്തിക്കണമെന്നും പറഞ്ഞു വെച്ചു. ഡേ 3 ഡോക്ടർ ഷാജി ഓരോ വർക്ക് പ്ലേസും ഓരോ പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആകണമെന്നും അങ്ങനെയുള്ള പോസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടി കടന്നു വരുന്ന ഒരാൾക്ക് മാത്രമേ ഹാപ്പിനെസ് ഉണ്ടാകൂ എന്നും പറഞ്ഞു. ഡേ 4 മിസ്സസ് മിലു സ്ട്രെസ് അഡാപ്റ്റബിലിറ്റിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മെന്റൽ ഹെൽത്തുള്ള ഒരു ഇപ്പം മെന്റൽ ഹെൽത്ത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു ന്യൂ ജനറേഷനെ സൃഷ്ടിക്കണമെങ്കിൽ കോൺഷ്യസ് പ്രഗ്നൻസി തന്നെ വേണം എന്നുള്ളത് മിലു നമ്മളോട് പങ്കുവച്ചു. ഡേ 5 മിസ്സസ് സിന്ധു മെന്റൽ ഹെൽത്തിന് സ്കൂളിന്റെ പങ്ക് എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചത്. ഗോൾ സെറ്റിങ്ങിന് ഇക്കിഗായ് മോഡൽ വെച്ച് വിശദീകരിച്ചു തന്നു. നമ്മുടെ ഗോൾ സെറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ജീവിത ലക്ഷ്യം കണ്ടുപിടിക്കുക. ആ ഗോൾ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പാഷനും അതുപോലെ നമ്മുടെ കഴിവുകളും ഒത്തൊരുമിച്ച് വരുന്ന ഒരു ജോലിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് മെന്റൽ ഇഷ്യൂസ് കുറവായിരിക്കുമെന്നാണ് പറഞ്ഞത്. ഇന്ന് ഡേ 6 വർക്ക് ലൈഫ് ബാലൻസ് ബൈ ഡോക്ടർ റസീന പത്മ. അൾട്ടിമേറ്റ്ലി ഇത് തന്നെയല്ലേ നമുക്ക് വേണ്ടത്? അവസാനം ഇത് തന്നെ വേണ്ടത്. ജോലിക്കാണോ ജീവിതം, അതോ ജീവിതത്തിന് വേണ്ടിയാണോ ജോലി? മനോരമയിൽ വന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണത്. അത് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ സെക്ഷൻ കഴിയുമ്പോൾ നമുക്ക് ഇതിനൊരു ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. സോ വെൽക്കം മാം ഫോർ ദിസ് സെക്ഷൻ ആൻഡ് ഐ ഓൾസോ വെൽക്കം ഓൾ അതേഴ്സ്. ഇതിന്റെ ഓഡിയൻസ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ശക്തി. യു ആർ അവർ ഇൻസ്പിരേഷൻ എപ്പോഴും. അപ്പം എല്ലാവരും ഒന്നുകൂടി KCF-ന്റെയും പ്രചോദനയുടെയും പേരിൽ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇനി റസിന മാമിനെ ഒന്ന് ഫോർമൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഡോക്ടർ ഉഷയെ ക്ഷണിച്ചോളുന്നു. ഓവർ ടു ഉഷ. താങ്ക് യു. റസിന മാഡത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷമുള്ള കാര്യമാണ്. Dr. M.S. Rasina Patma, retired professor and director, School of Behavioral Science, Mahatma Gandhi University, Kottayam. Madam, ഇരുന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയിലെ വിവിധ പോസ്റ്റുകൾ: ഡീൻ, ഫാക്കൽറ്റി ഓഫ് ബിഹേവിയറൽ സയൻസ്, ആന്റി ഹറാസ്മെന്റ് ചെയർപേഴ്സൺ, വാർഡൻ. Positions held: syndicate member, Senate member, planning board member, member editorial board, board of studies member, MG University, Kerala University, Kannur University, Central University, Sri Shankara
University, Kaladi. Qualifications: MA Psychology, MA Sociology, Master Diploma in Counseling, and PhD. 35 years of teaching experience. 20 PhD students. 25 years as head of the department, School of Behavioral Science, MG University. Visiting professorships: School of Medical Education, Amrita Institute of Medical Science, and Sri Shankara University. 8 ബുക്കുകൾ. പ്രചോദനയ്ക്ക് അഭിമാനപൂർവ്വം പറയാം, അതിൽ ഹിമവൽ ശൃംഗത്തിലേക്ക് എന്നുള്ളത് ഞങ്ങളുടെ 40ാമത്തെ പുസ്തകമായിരുന്നു. ആൻഡ് ജ്യോതി അവാർഡ് ഏഷ്യാനെറ്റ്, പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് ഫ്രം റോട്ടറി ആൻഡ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് ഫ്രം ഗവൺമെന്റ് ഓഫ് കേരള. ഇത് മാഡം ഞങ്ങൾക്ക് എഴുതി തരുന്ന, മാഡം എല്ലാവർക്കും കൊടുക്കുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. പ്രചോദനയ്ക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ അഡീഷണൽ പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2019 പ്രചോദന തുടങ്ങി തന്നത് റസീന മാഡം ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെയൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ പോസിറ്റീവ് പാരന്റിങ് ആയിരുന്നു ആ 2019 ജൂൺ 29 പ്രചോദനയുടെ ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത്. ഈ സെഷൻ കഴിയുമ്പോൾ റസീന മാഡം, ആലിസ് മാഡം നേരത്തെ പറഞ്ഞു, വർക്ക് ലൈഫ് ബാലൻസ്, എന്ത് വർക്കിലും ഒരു ലൈഫ് കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമാവും. ജോസഫ് അന്നക്കുട്ടി ജോസഫ് അമ്മയെ കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളിൽ അമ്മയെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു. പ്രചോദനം അത് കടമെടുത്തിട്ട് പറയാണ്. 3 കാര്യങ്ങൾ ഇതാണ്: സത്യം, കൃത്യം, വൃത്തി. ഞങ്ങൾക്ക് റസീന മാഡം എന്ന് പറയുമ്പോൾ ഇത് 3 തന്നെയാണ്. ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു ടീച്ചറാണ്. ഇനി മാഡത്തിന്റെ സെഷൻസ് ശരിയായ അറിവ് കഥയിലൂടെ തിരിച്ചറിവുകളായി നാം അറിയാതെ നമ്മുടെ ദിനചര്യയിൽ മാറ്റം വരുത്താൻ ശക്തിയുള്ള വ്യക്തിപ്രഭാവം. An amazing therapeutic stories teller. നമ്മൾ ഇന്നലെ സിന്ധു പറഞ്ഞു വെച്ചത്, നമ്മൾ നമ്മുടെ ഇക്കിഗായ് കണ്ടെത്തണം. നമ്മുടെ വർക്ക് സ്പേസിൽ നമുക്ക് മെന്റൽ ഹെൽത്ത് പീസ്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്കിഗായ് കണ്ടെത്തണം. മാഡത്തിന്റെ ഇക്കിഗായ് എന്ന് പറയുന്നത് ഇങ്ങനെ അറിവ് പകരുക എന്നുള്ളതാണ്. കൊറോണ സമയത്ത് മാഡം സ്റ്റാർട്ട് ചെയ്ത എവ്രി സൺഡേ 100 രൂപ 1 മണിക്കൂർ ചെലവില് സൈക്കോളജി ഇൻസൈറ്റ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോ ഇന്നത്തേക്ക് അത് 1380 സൺഡേ ക്ലാസ്സുകൾ മാഡം പ്രൊവൈഡ് ചെയ്തു. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ആ സൺഡേ സ്കിൽസിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും അയച്ചു തരാം. തുടർന്നും മാഡത്തിന്റെ ഇൻസൈറ്റ്സ് നമുക്ക് കേൾക്കണമെങ്കിൽ അതിലൂടെ നമ്മൾക്ക് എല്ലാ സൺഡേയും അറിവ് പകരാനുള്ള ഒരു റിസോഴ്സ് തന്നെയാണ്. കഥയിലൂടെ പറയുമ്പോൾ നമ്മൾ അറിയാതെ അത് നമ്മുടെ ദിനചര്യയുടെ ഭാഗമാവും. ഒരുപാട് സന്തോഷത്തോടെ, അഭിമാനത്തോടെ വി വെൽക്കം യു മാം. ഓക്കെ, താങ്ക് യു ഉഷ. ഉഷയുടെ വാക്കുകളും നിങ്ങൾ രണ്ടുപേരും എനിക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ടും എല്ലാം എപ്പം നിങ്ങൾ വിളിച്ചാലും നിങ്ങളുടെ കൂടെ ചേരാൻ ഉള്ളൊരു പ്രചോദനം തന്നെയാണ്. ഏതായാലും നന്ദിയോടുകൂടി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വിഷയം വളരെ ക്ലിയർ ആണ്. വർക്ക് ലൈഫ് ബാലൻസ് എന്താണ്? നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്, എല്ലാവരും പറയുന്നതാണ് വർക്ക് ലൈഫ് ബാലൻസ്. കേട്ടാൽ ഉടനെ തന്നെ നമുക്ക് മനസ്സിലാവും വർക്കും നമ്മുടെ ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ് വേണം. വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരിയായ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ തൊഴിൽ, അതായത് നമ്മുടെ പ്രൊഫഷൻ. ആ തൊഴിൽ മേഖലയിൽ ഒരു വ്യക്തി പ്രവർത്തിക്കുമ്പോൾ, അത് പുരുഷനായാലും സ്ത്രീ ആയാലും, അവർക്ക് അവരുടേതായ ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്. ഈ പേഴ്സണൽ ലൈഫിൽ പെടുന്നതാണ് അവരുടെ കുടുംബം, അവരുടെ ലെഷർ ടൈം, അവരുടെ ഹെൽത്ത്, അങ്ങനെയുള്ള വളരെ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ ലൈഫ്, അതും അവരുടെ വർക്കും. ഇപ്പൊ ആദ്യം സൂചിപ്പിച്ചു ഒരു ആർട്ടിക്കിളിനെ കുറിച്ച്. നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ലൈഫിന് വേണ്ടിയാണോ
അതോ ലൈഫിന് അതോ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു? എന്തോ എനിക്കത് എന്തായാലും എനിക്ക് അതിനോടൊരു ഒന്ന് സേ ചെയ്യുവാണ് ഞാൻ. നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ ജീവിക്കുകയും വേണം. ഒരിക്കലും ജീവിക്കാൻ വേണ്ടി വർക്ക് ചെയ്യരുത്. അതിനോട് എനിക്ക് ഭയങ്കര എതിർപ്പാണ്. ഒരുപാട് പേരുണ്ട് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുത്ത് വീട്ടിലിരിക്കാൻ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഒരു കാരണവശാലും ശരിയല്ല. അപ്പോഴും നമുക്ക് വർക്കും ലൈഫും ബാലൻസ് വരില്ല. വർക്കും ലൈഫും ബാലൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക, ജീവിക്കുമ്പോൾ ജീവിക്കുക. ഇത് രണ്ടും നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ? ഇത് നമ്മള് മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയില്ലേ, ആ മൈൻഡ്ഫുൾനെസ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഓരോ മോമെന്റും നമ്മൾ അവിടെ ഇരിക്കണം. അവിടെ വീട്ടിലെ ഒരു കാര്യവും വർക്ക് പ്ലേസിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വർക്ക് പ്ലേസിലെ ഒരു കാര്യവും എടുത്ത് വീട്ടിൽ കൊണ്ടുവരാനും പാടില്ല. വർക്ക് ചെയ്യുമ്പോൾ പക്ഷെ വളരെ സിൻസിയറായിട്ട്, വളരെ കമ്മിറ്റഡ് ആയിട്ട് ആ വർക്കാണ് നമ്മുടെ ജീവിതം. അല്ലാതെ ജീവിക്കാൻ വേണ്ടിയല്ല നമ്മൾ വർക്ക് ചെയ്യുന്നത്. വർക്ക് എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഷുഡ് ബി എ വെരി പ്ലഷറബിൾ, കമ്മിറ്റഡ്, ഡെഡിക്കേറ്റഡ് ആക്ടിവിറ്റി ഇൻ യുവർ ലൈഫ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആസ്വദിക്കുന്നത് പോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഓരോ വ്യക്തിയും അവരുടെ തൊഴിൽ ആസ്വദിക്കണം. ഞാൻ when I am teaching, I am enjoying teaching. When I am cooking my food or when we are sitting together and eating with my husband, I am enjoying every moment of that. പക്ഷെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ വന്ന് കൂടുതൽ ജോലി ചെയ്ത് എന്റെ വീട്ടുകാരെ പരിപോഷിപ്പിക്കാം എന്ന് വിചാരിച്ചാൽ അവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല. ഞാൻ വീട്ടിൽ കിടന്നും ഒരുപാട് ജോലി സ്ഥലത്ത് ഒരുപാട് കഷ്ടപ്പെടുന്നു, ഭയങ്കര അച്ചീവറാണ്, ഒരുപാട് ആളുകൾ എന്നെ പുകഴ്ത്തുന്നു. നല്ല ടീച്ചറാണ്, ടീച്ചർ ഒരു നിമിഷം വെറുതെ ഇരിക്കുന്നില്ല, ടീച്ചർ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ആ ക്ഷീണം മുഴുവനും വീട്ടിൽ വന്ന് തീർക്കാം. വല്ലതും വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ എന്ന് പിള്ളേരോട് പറയുക, എന്നെ കൊണ്ട് വയ്യ, തലവേദനയാണ്, എന്നെ ആരും വിളിക്കരുത് എന്നും പറഞ്ഞ് കയറി കിടക്കുക. ഇത് വർക്ക് ലൈഫ് ബാലൻസ് അല്ല. നമ്മൾ ജോലി ചെയ്യുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടും ഇഷ്ടത്തോടുകൂടിയും ആസ്വദിച്ചും ജോലി ചെയ്യുക. ദെൻ യുവർ വർക്ക് പ്ലേസിൽ യു ആർ ബാലൻസ്ഡ്. ഞാൻ ചിലപ്പോഴേ ഓട്ടോറിക്ഷയിൽ കയറുമല്ലോ, ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. കാരണം കുറെ ദൂരം പോകണമെങ്കിൽ ആ ഓട്ടോറിക്ഷ എന്ന് പറയുന്ന ഒരു യാത്ര പോലും ഞാൻ എൻജോയ് ചെയ്യുവാണ്. ദാറ്റ്സ് മൈ ലൈഫ്. ഞാൻ എന്തിനും ബലം പിടിച്ച് അവിടെ കയറിയിരിക്കണം? അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓടിക്കും, ചേട്ടന്റെ പേരെന്താ, അല്ലെങ്കിൽ മോന്റെ പേരെന്താ, ഡിപ്പെൻഡിങ് ഓൺ ദ. അപ്പൊ അങ്ങനെ പറയും, എന്തെങ്കിലും പേര് പറയും. എത്ര നാളായി ഈ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഇതേപോലെ പറഞ്ഞ് ഐ വിൽ മേക്ക് മൈ ജേർണി വെരി ഹാപ്പി. അറ്റ് ദ സെയിം ടൈം ഐ വിൽ മേക്ക് ഹിസ് വർക്ക് ഓൾസോ ഹാപ്പി. എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇറങ്ങുമ്പോഴത്തേക്കും അവർ വലിയ താങ്ക്സ് ഒക്കെ പറഞ്ഞ്. കാരണം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അയാളുടെ തൊഴിൽ ചെയ്യുകയാണ്. ആ തൊഴിലിൽ അയാൾക്ക് സന്തോഷമുണ്ടാവണം. ഇപ്പം ഞാൻ എന്റെ ജോലി ചെയ്യുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കുന്ന, എന്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ വരുന്നവര്, ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ്, അവരുടെ റെസ്പോൺസാണ് എന്റെ സന്തോഷം. അപ്പം വർക്ക് പ്ലേസിലും ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ വർക്കിനെ ആസ്വദിക്കാൻ തുടങ്ങുന്നത്. ഓരോ വ്യക്തിയും അവരവർ ചെയ്യുന്ന വർക്കിനെ ആസ്വദിച്ചും ഇഷ്ടപ്പെട്ടും അതിനോട് പ്രതിബദ്ധതയോടുകൂടിയും ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ പരിപൂർണമായ ഒരു ബാലൻസ് നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നിങ്ങളും വർക്കും തമ്മിലുണ്ടായി. പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വീട്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭർത്താവ്, നമ്മുടെ ബന്ധുക്കൾ. ഇത് മറ്റുള്ളവരാണ്. പിന്നെ ഏറ്റവും പ്രധാനം നിങ്ങൾ. യു ഷുഡ് ബി ഹാപ്പി, യു ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. വെൻ യു ആർ കുക്കിംഗ്, യു ആർ ഹാപ്പി ബിക്കോസ് യു ആർ കുക്കിംഗ് ഫോർ യുവർ ഫാമിലി. ആ ഒരു വിചാരം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർക്ക് വേണ്ടിയാണ് കുക്ക് ചെയ്യുന്നത്, ആർക്ക് വേണ്ടിയാണ് വീട് വൃത്തിയാക്കി ഇടുന്നത്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ വീട്ടു ജോലികൾ ചെയ്യുന്നത്. ഈ ഒരു എന്റെ വീടിന്റെ മുൻവശത്ത് ഒരു റോഡാണ്, രണ്ട് സൈഡിലും വീടുകളുണ്ട്, അതിന്റെ നടുക്കൊരു ചെറിയ ലെയിൻ.
ഇതുവരെ ഒരാൾ പോലും, ഏകദേശം ഒരു 6 വീടുണ്ട് 2 സൈഡിലുമായിട്ട്, അവിടെ എല്ലാവരുടെ വീട്ടിലെ ചവറും ഇലയും മാവിന്റെ ഇലയും പ്ലാവിന്റെ ഇലകളും എല്ലാം വീണ് കിടക്കും. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ ഒരറ്റത്ത് നിന്ന് ആ റോഡ് അങ്ങറ്റം വരെ അടിച്ച് തൂത്തുകൂട്ടി തീയിടും. അപ്പോ എന്റെ നെയ്ബേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, ഓ ചേച്ചിയാണല്ലേ എപ്പോഴും ചെയ്യുന്നത്, ചേച്ചിയുടെ കഷ്ടപ്പാടുണ്ട്, എനിക്ക് വയ്യാത്തോണ്ടാണ് ചേച്ചി. ഇങ്ങനെ ഓരോ ആളുകള് എന്നോട് സഹതപിച്ച് തുടങ്ങി. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ഈ അടിച്ചുവാരൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റോഡ് തൂക്കുന്നു, വൃത്തിയാക്കി ഇടുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ മനപ്രയാസം കണ്ടിട്ട്, നോക്ക്, നിങ്ങൾ എന്നോട് സഹതപിക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ആർക്കും വേണ്ടി നിങ്ങളുടെ വീട്ടിൽ ചവറടിക്കല്ല. അങ്ങനെ ഒരു വിചാരത്തോടു കൂടി എന്നെ കാണണ്ട. ഈ ചവറ് അങ്ങറ്റത്തുനിന്ന് അങ്ങറ്റം വരെ അടിച്ചു കഴിയുമ്പം ഐ എം ഫിസിക്കലി ഹെൽത്തി. എന്റെ ശരീരത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കാൻ ഞാൻ ഈ റോഡ് തൂത്തു വരുന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ മനപ്രയാസം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഇതേപോലുള്ള കഷ്ടപ്പാടുകളൊന്നും പറയണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അതുകൊണ്ടാണ് എനിക്ക് അത് അടിച്ചു വരുന്നതിൽ മനപ്രയാസമില്ല, മറിച്ച് ഭയങ്കര സന്തോഷമാണ്. അവിടെ നിന്ന് അങ്ങറ്റം വരെ അടിച്ചു കഴിയുമ്പം ഒരു ഭയങ്കര എക്സസൈസ് ചെയ്തതുപോലെ ഞാനൊന്ന് വിയർക്കും. എന്റെ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കും. എന്റെ വീട് ആദ്യം തൂക്കും, ചെടിക്ക് വെള്ളം ഒഴിക്കും, റോഡ് തൂക്കും. ഇതെല്ലാം കഴിയുമ്പം ഞാൻ ശരിക്കൊന്ന് വിയർക്കും, ഞാൻ പോയി കുളിക്കും. ഇതുപോലൊരു സുഖം, ആ കുളിക്കൊരു സുഖമുണ്ട്. ഇതെന്റെ ലൈഫാണ്. ഞാൻ എൻ്റെ ലൈഫിനെ ബാലൻസ്ഡ് ആക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഓരോ ആളുകൾ ജോലി ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യണം. വീട്ടുജോലി, അതിനെന്താണ് കുറവ്? നമുക്ക് വേണ്ടി നമ്മൾ വീട്ടു ജോലി ചെയ്യുന്നു, നമ്മൾ വർക്ക് പ്ലേസിൽ പോയി ജോലി ചെയ്യുന്നു, അത് ശമ്പളം കിട്ടാനായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു. ഈ ശമ്പളം കിട്ടാൻ ചെയ്യുന്ന ജോലി, ആ ശമ്പളം കിട്ടുമ്പോൾ തിരിച്ച് എന്ത് കൊടുക്കുന്നു, അതിന് പകരമായിട്ട് എന്ത് സർവീസാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് മനസ്സിലൊന്ന് കൂട്ടിയാൽ നമുക്ക് ഒരിക്കലും വിഷമം തോന്നില്ല. എത്ര ജോലി ചെയ്താലും, ഞങ്ങളുടെ UGC സ്കെയിലിന് എത്ര ജോലി ചെയ്താലും എനിക്ക് അത് പോരാ എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. കാരണം മേടിക്കുന്ന ഓരോ പൈസയോടും എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ആ കമ്മിറ്റ്മെന്റ് ആണ് എന്നെ അവിടെ ജോലി ചെയ്യാൻ ബാലൻസ്ഡ് ആക്കുന്നത്. അതുപോലെ നമ്മുടെ വീടിനോടും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. കുഞ്ഞുങ്ങളോടുണ്ട്, ഭർത്താവിനോടുണ്ട്, നമ്മുടെ വീടിനോടുണ്ട്, നമ്മുടെ റോഡിനോടുണ്ട്, നമ്മുടെ ഹെൽത്തിനോടുണ്ട്. ഇത്രയാകുമ്പോഴത്തേക്ക് നമുക്കൊരു കമ്മിറ്റ്മെന്റ് വരും. നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാത്രം ഒന്ന് മാറ്റിയെടുത്താൽ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാക്കാൻ പറ്റും. ക്വാണ്ടിറ്റി ഓഫ് ടൈം അല്ല പ്രധാനം, ക്വാളിറ്റി ഓഫ് ടൈം ആണ്. എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഞാൻ 1 മണിക്കൂറോ 2 മണിക്കൂറോ ആണ് എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡിന്റെ കൂടെ ചെലവാക്കുന്നത് ഒരു ദിവസം. 24 hours ബാക്കി എല്ലാം ഞാൻ പല സ്ഥലത്തായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ 2 hours I see that I spend with my husband because he is my husband and I am his wife. ഞങ്ങളുടെ ആ ടൈം ഉണ്ടല്ലോ, ഇറ്റ് ഇസ് എ ക്വാളിറ്റി ടൈം. അന്ന് ഉണ്ടായ എല്ലാ കാര്യവും ഞാൻ വന്ന് പറയും. എൻ്റെ ഹസ്ബൻഡിന് പറയാനുള്ളതെല്ലാം ഞാൻ കേൾക്കും. അതിനിടയ്ക്ക് നമ്മൾ വഴക്കിടും, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പറയും. പക്ഷേ ഒരു ബോണ്ടിങ് ഉണ്ടല്ലോ, ഈ 2 hours is more than sufficient for a bonding. അത് എത്ര ക്വാളിറ്റി വൈസ് ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ഞാൻ പോകാത്ത എൻ്റെ ബന്ധുക്കളുടെ ഒരു ചടങ്ങുമില്ല. ചിലപ്പോഴൊക്കെ നിങ്ങൾക്കറിയാം, ട്രിവാൻഡ്രത്തോട്ട് പോകുന്നു, അവിടെയാണ് എൻ്റെ എല്ലാവരും. അതുകൊണ്ട് ഒരു മാസം ചിലപ്പോൾ 4-5 പ്രാവശ്യം ഞാൻ ട്രിവാൻഡ്രത്ത് പോകും. കാരണം അവിടെ എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, അവരുടെ വീട്ടിലെ ചടങ്ങുകളുണ്ട്. അവിടെ ഒരു ഇന്നവിറ്റബിൾ ഭാഗമാണ് ഞാൻ. ആൻഡ് ഐ ലവ് ട്രാവലിംഗ്. അയ്യോ എന്തൊരു നാശമാണ്, എന്തൊരു കഷ്ടമാണ്, തിരുവനന്തപുരം വരെ പോകണമല്ലോ എന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കത്തില്ല. കാരണം അവിടെയും വീണ്ടും ഐ എം ട്രൈങ് ടു ബാലൻസ് മൈ ലൈഫ്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാനൊരു പുസ്തകത്തിന്റെ അറിവ് വെച്ച് നിങ്ങളോട് പറയല്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും, പിന്നെ മെന്റൽ ഹെൽത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എനിക്ക് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ഇത് ഒരാളുടെ ബാലൻസ്, അതായത്
വർക്ക് പ്ലേസിലും നമ്മുടെ ലൈഫിലുമുള്ള ബാലൻസിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മനോഭാവം മാത്രമാണ്. മനോഭാവത്തിൽ അത് ചെയ്യുന്നത് കഷ്ടപ്പാടാണെങ്കിൽ അത് കഷ്ടപ്പാട് തന്നെയാണ്. മനോഭാവം അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് രണ്ടും ചെയ്യുന്നതെങ്കിൽ അത് സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അവിടെ ബാലൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കഷ്ടതയുള്ളൊരു കാര്യമായിട്ട് ആരും വന്ന് ബാലൻസ് ഒന്നും ചെയ്യണ്ട. ഇറ്റ് വിൽ ഗെറ്റ് ബാലൻസ്ഡ് if you have a positive attitude towards your life as well as towards your work. നമ്മൾ മെന്റൽ ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ പോലെയാണ്. അതിന് ഈ ട്രയാങ്കിളിന്റെ 3 വശങ്ങൾ. അതുപോലെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ 3 ഫാക്ടേഴ്സ്. 1 റെസ്റ്റ്, 2 റെക്രിയേഷൻ, 3 വർക്ക്. ഇതാണ് മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫോർമുലയാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യു നീഡ് ടു വർക്ക്. വിത്തൗട്ട് വർക്ക് ഒരാൾക്കും മെന്റൽ ഹെൽത്ത് ഉണ്ടാവില്ല. ഈ വർക്ക് ചെയ്യാതിരിക്കുന്ന ആളുകളെല്ലാം ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതുമാണ്. ഒന്നുകിൽ ഡിപ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ആൻസൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി വല്ല അനാവശ്യവും പറഞ്ഞിട്ട് മനപ്രയാസം അനുഭവിച്ച് നടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അസൂയായിരിക്കും. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് വികാരങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ് ഈ വർക്ക് ചെയ്യാത്ത ആളുകൾ. അത് വീട്ടിൽ വർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിലും വെളിയിൽ പോയി വർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിലും അവർക്കൊരു പ്രത്യേക പേഴ്സണാലിറ്റിയാണ്. എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം എന്തുകൊണ്ട് ആളുകൾ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് എനിക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകത്തില്ല. ഇപ്പൊ ചില അമ്മമാര് പറയുന്നു മരുമക്കൾ ജോലി ചെയ്യുന്നില്ല. മരുമക്കൾ പറയുന്നു അമ്മ ജോലി ചെയ്യുന്നില്ല. വേറെ ചില വീട്ടിൽ വേറെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ പരസ്പരം ജോലി ചെയ്യാത്തതിന്റെ പേരിൽ വലിയ ഇഷ്യൂസ് നടക്കുകയാണ്. വൈ കാണ്ട് ഓൾ ദീസ് പീപ്പിൾ ഡു ദെയർ വർക്ക്? അതാണ് എന്റെ പ്രശ്നം. ഞാൻ ഇങ്ങനെ അത്ഭുതമായിട്ടിരിക്കുകയാണ്, ഇവര് ജോലി ചെയ്യാത്തത് എന്താ? ജോലി ചെയ്താൽ എനിക്കാണെങ്കിൽ ജോലി ചെയ്യാൻ ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഞാൻ ആലോചിക്കുന്നത് എന്റെ വീട് ക്ലീൻ ആക്കി ഇടുമ്പോഴത്തേക്കും എന്റെ വീട് ക്ലീൻ അല്ലേ, സോ ഐ ഡു ദാറ്റ് വർക്ക്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അത് നല്ലതല്ലേ, ഞാൻ കുക്ക് ചെയ്യുകയല്ലേ, സോ ഐ ലൈക്ക് ടു ഡു ദാറ്റ് വർക്ക്. ഞാൻ എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഇത്രയും ശമ്പളം തരുന്ന ഇതിനോട് ഞാൻ എന്തെല്ലാം ജോലി ചെയ്താലായിരിക്കും ഞാൻ അതിനോട് നീതി പുലർത്താൻ കഴിയുന്നെന്നുള്ള ഒരു കമ്മിറ്റ്മെന്റോടുകൂടിയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ട് ജോലി ചെയ്തുകൂടാ? ദാറ്റ്സ് ഐ ഡോണ്ട് നോ. സ്റ്റിൽ ഞാനൊരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല. ഒരുപാട് വീടുകളിലെ ഈവൻ വിവാഹമോചനത്തിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് ഞാൻ ഈ അടുത്ത കാലത്ത് കാണുന്നത് സ്ത്രീകൾ, പെൺകുട്ടികൾ ജോലി ചെയ്യുന്നില്ല. കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നില്ല. അവർ പറയുന്നത് അവർക്ക് വേറെ വെളിയിൽ ജോലിയുണ്ട്, അപ്പൊ പിന്നെ വീട്ടിൽ ജോലി ചെയ്യില്ല. വെളിയിൽ ജോലി ചെയ്താൽ വീട്ടിൽ ജോലി ചെയ്യില്ലേ? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്നെ അലട്ടുന്നത് വിവാഹമോചനത്തിനായിട്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചു, എന്തിനാണ് ഇപ്പൊ വേർപിരിയുന്നത്? ഭർത്താവ് പറഞ്ഞു, 2 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ രാവിലെ എണീക്കാറില്ല, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറില്ല, ഒന്നും ചെയ്യാറില്ല. ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയുമായിട്ട് ഇനി എന്തിനാണ് ഒരു ജീവിതം? എനിക്ക് വിരോധമൊന്നുമില്ല, എനിക്ക് ജോലി ചെയ്തിട്ട് ഈ കുട്ടിക്കും കൂടി കൊടുക്കാൻ വയ്യ. അപ്പൊ ആ പെൺകുട്ടി തിരിച്ചു ചോദിച്ചത്, തനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ജോലി ചെയ്ത് തരാൻ വയ്യാത്തത്? അത് തന്നെയാണ് എനിക്ക് തനിക്ക് വേണ്ടി ജോലി ചെയ്ത് തരാൻ വയ്യാത്തതെന്ന്. അപ്പോ ഞാനിങ്ങനെ രണ്ടുപേരെയും നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായല്ലോ പെൺകുട്ടിയുടെ? ഞാനും പഠിച്ചു, ഇയാളും പഠിച്ചു, ഞാനും ജോലി ചെയ്യുന്നു, ഇയാളും ജോലി ചെയ്യുന്നു. എനിക്ക് 70,000 രൂപ ശമ്പളം, ഇയാൾക്ക് 60,000 രൂപ ശമ്പളം. ഇയാൾക്ക് ദോശ ചുട്ടാൽ എന്തു പറ്റും? അത് ഞാൻ തന്നെ ദോശ ചുടണം എന്ന് ഇയാൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത് മര്യാദകേടല്ലേ? ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് അപ്പൊ തന്നെ ആ പെൺകുട്ടി എന്നോട് വേറൊരു ചോദ്യം ചോദിച്ചു, ഇയാളുടെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിച്ചു, ആ ആൺകുട്ടിയോട് ചോദിച്ചു, കൈക്ക് വല്ല കുഴപ്പമുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? അയാൾ കുറച്ചു നേരം എന്നെ നോക്കി ഇരുന്നിട്ട് ഇപ്പൊ എന്തിനാണ് കൗൺസിലിങ്ങിന് വന്നതെന്നായിപ്പോയി. അപ്പൊ പറഞ്ഞു, എന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് 10,000 രൂപ ഇവളേക്കാൾ ശമ്പളം കുറവാണ്,
പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ എനിക്ക് വേണ്ട. ഓക്കെ, എനിക്ക് ആർഗ്യൂ ചെയ്യണ്ട. ഇവള് പോയി കഴിഞ്ഞതിന് ശേഷം എന്റെ ഈ കൈ കൊണ്ട് തന്നെ ഞാൻ 2 ദോശയും ചുട്ട് തിന്നോണ്ട് പൊയ്ക്കോളാം. ഇത് ഞാൻ പറയുന്നത്, ഈ തരത്തിൽ ഒരു കൗൺസിലിംഗ് സെന്ററിൽ വന്നിരുന്ന് ആർഗ്യൂ ചെയ്തിട്ട് 2 ദോശ എക്സ്ട്രാ ചുടാൻ വയ്യാത്തത് കൊണ്ട് ഒരു വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കാൻ തയ്യാറായി വരുന്ന ഒരു തലമുറയെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യമാണോ ഈ പറയുന്നത്? അതോ കഴിവില്ലായ്മയെ പറ്റിയാണോ പറയുന്നത്? അതോ ഒരു പുരുഷനും എന്നേക്കാൾ ഒട്ടും മോശമല്ല ഞാനെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സ്ത്രീയുടെ ഈഗോ ആണോ അവിടെ വർക്ക് ചെയ്യുന്നത്? ഇനി എന്ത് വർക്ക് ചെയ്താലും എനിക്ക് വിരോധമൊന്നുമില്ല, ആരെങ്കിലും ഒക്കെ ജോലി ചെയ്യണം. അപ്പൊ ആ രീതിയിലേക്ക് ആളുകളിൽ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളതിലേക്ക് പോകുന്നത് ശരിയല്ല. നമ്മുടെ മെന്റൽ ഹെൽത്തിന്റെ ഒരു സൈഡ് വർക്കാണ്. That work can be in a workplace, that work can be in your house. രണ്ടും വർക്ക് വേണം. വർക്ക് ചെയ്യാത്തവൻ, നമ്മുടെ I just don't remember his name, ഒരു എന്താണ്, ലെനിനോ സ്റ്റാലിനോ അങ്ങനെ somebody has said, if you cannot work, you better die. അത് എനിക്ക് വളരെ സ്പർശിച്ച ഒരു സെന്റൻസ് ആണ്. ജോലി ചെയ്യാൻ വയ്യ എങ്കിൽ മരിക്കുന്നതാണ് നല്ലത്. അത് വളരെ കറക്റ്റ് അല്ലേ? നമ്മുടെ മെന്റൽ ഹെൽത്തിന് വർക്ക് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. രണ്ടാമത്തെ സ്ഥലത്ത് റെസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. യു നീഡ് റെസ്റ്റ്. യു നീഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ്. അല്ലാതെ ഉറക്കമില്ലാതെ ജോലി ചെയ്യുക, തളർന്നു പോകുന്നത് പോലെ വരെ ജോലി ചെയ്യുക. ഇപ്പോഴൊരു അന്നയോ അങ്ങനെ ഒരു പെൺകുട്ടിയാണല്ലോ ഇപ്പം കുഴഞ്ഞു വീണ് മരിച്ചത്. ആ കുട്ടിക്ക് കുഴഞ്ഞു വീണ് മരിക്കേണ്ട ഒരു ആവശ്യമില്ല. അൺലെസ് അതിന്റെ ഹാർട്ടോ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് അത് വീണ് മരിച്ചതെങ്കിൽ കുഴപ്പമില്ല. ജോലി ചെയ്ത് കുഴഞ്ഞു വീണ് മരിച്ചതെങ്കിൽ ആ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ്. ഷീ നീഡ്സ് റെസ്റ്റ് എന്നുള്ളത് ഷീ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. അതിനെയാണ് ബാലൻസ് ചെയ്യാനുള്ള കഴിവെന്ന് പറയുന്നത്. മൂന്നാമത്തത് റെസ്റ്റ്. നമ്മൾ കിടന്നുറങ്ങുമായിരിക്കും, ചിലപ്പോൾ ഇരിക്കുമായിരിക്കും, പക്ഷെ വി നീഡ് റെക്രിയേഷൻ. ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ് ഫ്രം സ്ലീപ്പ്. റെസ്റ്റിൽ നിന്ന് വളരെ വിഭിന്നമാണ് ഈ റെക്രിയേഷൻ എന്ന് പറഞ്ഞാൽ. വിനോദങ്ങൾ വേണം, ചിരിക്കണം, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കണം, ഇടയ്ക്കൊരു പിക്നിക്കിന് പോകണം, ഇടയ്ക്ക് ഫാമിലി ഗെറ്റ് ടുഗദർ വേണം, സോഷ്യൽ ഗ്യാതറിങ്സിൽ ഒരു ഭാഗമാകണം, ഫ്രണ്ട്സിനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യണം. എവിടെങ്കിലും ഒക്കെ നമ്മൾ പോയി ഒരു ഭാഗം ജീവിതത്തിനെ 3ആയിട്ട് തിരിച്ചാൽ അതിലൊരു ഭാഗം റെക്രിയേഷനാണ്, വിനോദങ്ങളാണ്. ആ വിനോദവും നിങ്ങൾക്ക് ആവശ്യമുള്ള റെസ്റ്റും പിന്നെ വർക്കും കൂടി നിങ്ങൾക്ക് ഒരു ട്രയാങ്കിളിന്റെ 3 വശം പോലെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് ലൈഫ് ബാലൻസ് പെർഫെക്റ്റ് ആയി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ എനർജി ഒരിക്കലും കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. എനർജി ഷുഡ് ബി ഓൾവേസ് ഫ്ലോയിങ്. ഈ എനർജിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് സ്റ്റാഗ്നന്റ് വാട്ടർ പോലെയാണ്. കുറെ നാള് ഒരു വെള്ളം ഒരിടത്ത് കെട്ടിക്കിടന്നാൽ അത് മലിനജലം ആകും. അത് കഴിഞ്ഞ് അതിനകത്ത് ഒരുപാട് കൃമികളും പുഴുക്കളും അതും ഇതുമെല്ലാം ജനറേറ്റ് ചെയ്യും. അത് ദുർഗന്ധം വമിക്കും. ഒരുപാട് ദോഷം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഈ മലിനജലം ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നത്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ ശരീരത്തിൽ ഒരിക്കലും കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. അത് ഈ പറഞ്ഞതുപോലെ വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സും അതും ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ മാത്രമേ നിങ്ങളുടെ കെട്ടിക്കിടക്കുന്ന എനർജി സഹായിക്കുള്ളൂ. എനർജി ഓഫ് എവറി പേഴ്സൺ ഷുഡ് ബി ഓൾവേസ് ഫ്ലോയിങ്. അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. ഇക്കിഗൈ ഞാനും വായിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബുക്കായിരുന്നല്ലോ പ്രചോദനയുടെ. ഇക്കിഗൈയിൽ അവർ പറയുന്നുണ്ട്, അവർ ഒരിക്കലും ഒരു അരമണിക്കൂർ പോലും ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും ചെറിയ ജോലികൾ അവിടുത്തെ എല്ലാ ആളുകളും ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരെ വായിച്ച എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആരെങ്കിലും
ആയിട്ടൊക്കെ ഇരിക്കുള്ളൂ. ഫ്രണ്ട്സ്, ഏതെങ്കിലും അടുത്ത വീട്ടിലെ ഒരാളോ അല്ലെങ്കിൽ കുറെ പേര് കൂടിയിരുന്നോ ചെറിയ ചെറിയ ജോലികൾ, ഹാർഡായിട്ടുള്ള ജോലികളല്ല, ചെറിയ ചെറിയ ജോലികൾ നിർത്താതെ ഫ്ലോ ചെയ്യുന്നത് പോലെ ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ കൂട്ടത്തിൽ അവർ എൻജോയ് ചെയ്യും. അവരൊരു ചായ കുടിക്കുന്നത് പോലും എല്ലാവരും കൂടെ ചേർന്ന് ചായ കുടിക്കുന്നു. ഇതിനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്നത്. അല്ലാതെ ജോലി സ്ഥലത്ത് പോയി ഇരുന്ന് വേറൊന്ന് ചെയ്ത് ഇവിടെ വന്ന് വേറൊന്ന് ചെയ്യണമെന്നില്ല. ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിനെ നമുക്ക് അവിടെ ബാലൻസ് ചെയ്യാം. ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആയാൽ, അവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചാൽ, അവിടെ നമ്മൾ അച്ചീവ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സബോർഡിനേറ്റ്സിനെ കൂടെ അച്ചീവ് ചെയ്യുന്ന അതിലേക്ക് നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ, അവിടെയും നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് പോകുകയല്ലേ. അപ്പൊ വർക്ക് ലൈഫിനെ വേറെ വേറെ കാണണ്ട. വർക്ക് പ്ലേസിൽ തന്നെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാം. നിങ്ങളുടെ ഹെൽത്ത് ആസ്പെക്ട്സ്, നിങ്ങളുടെ റെസ്റ്റ്, നിങ്ങളുടെ റിക്രിയേഷൻ, ഇതെല്ലാം നമുക്ക് അവിടെ ചെയ്യാം. വളരെ ബലം പിടിച്ചുകൊണ്ടുള്ള ബഹളത്തിന് നിങ്ങൾ പോകണ്ട. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത രീതിയിലുള്ള ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യണ്ട. അതിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾ ആ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. നമ്മള് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും എപ്പോഴും ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. ബിക്കോസ് വേറെ ആർക്കും നമ്മളോടുള്ള ബാധ്യതയേക്കാൾ കൂടുതൽ ബാധ്യത നമ്മുടെ ശരീരത്തിനോടും നമ്മുടെ ലൈഫിനോടും നമ്മൾക്കുണ്ട് എന്നുള്ളൊരു വിചാരം വേണം. പിന്നെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം, നമ്മൾ എപ്പോഴും തൃപ്തരായിരിക്കണം. ഇത് നമ്മൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. ഇത് നമ്മളുടെ ഉത്തരവാദിത്തം. അപ്പൊ ഈ തരത്തിലും നമ്മളത് ചെയ്യണം. അതിന് വർക്കിനെ വർക്കായിട്ടും ലൈഫിനെ ലൈഫായിട്ടും കാണുക മാത്രമല്ല, അത് ഈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഈ സന്തോഷവും സംതൃപ്തിയും നിലനിർത്തിക്കൊണ്ട് നമ്മൾക്ക് ഇത് സമ്പൂർണമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോകാം. ഇതെങ്ങനെ സാധ്യമാകും? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം വേണ്ടത് ഗോൾസ് സെറ്റ് ചെയ്യണം. ജോലി സ്ഥലത്തും ഗോൾസ് സെറ്റ് ചെയ്യണം, വീട്ടിലും ഗോൾസ് സെറ്റ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ചത്തേക്കുള്ള ഗോളാകാം, 1 മാസത്തേക്കുള്ള ഗോളാകാം, 6 മാസത്തേക്കുള്ള ഗോളാകാം, അല്ലെങ്കിൽ 1 വർഷമോ ദീർഘകാലത്തേക്കുള്ള ഗോൾസോ ആകാം. ഗോൾസ് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴുണ്ടല്ലോ, യു ആർ ഇൻ ദ റൈറ്റ് ട്രാക്ക്. ഇത് ഒരുപാട് പേർക്ക് അറിയില്ല. എനിക്ക് അടുത്ത 5 വർഷം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യണ്ടെന്നറിയാം. അതാണ് എന്റെ ബാലൻസ്. ഞാനിപ്പോ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. ഇനി ഒരു പരിധി കഴിഞ്ഞിട്ടുള്ള ദൂരയാത്രക്ക് ഞാൻ പോവില്ല. ഇത് ഞാൻ എന്റെ വർക്ക് ലൈഫ് ബാലൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരാൾ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നു, കൗൺസിലിങ്ങിന് ആളുകൾ വരുന്നു. എത്ര കൗൺസിലിങ്ങിന് കോളുകൾ വന്നാലും ഇപ്പൊ ഒരു ദിവസം ഞാൻ 4 പേരിൽ കൂടുതൽ കാണില്ല. ആഴ്ചയിൽ 1 ദിവസത്തിൽ കൂടുതൽ കൗൺസിലിങ്ങിന് ഇരിക്കില്ല. ഇതൊക്കെ ഞാൻ എടുത്ത ഗോളാണ്. അതായത് ഞാൻ എടുത്ത എന്റെ പ്രയോറിറ്റികളാണ്. അതുകൊണ്ടാണ് 4 പേരെയൊക്കെ നമുക്ക് സുഖമായിട്ട് കാണാം. യു ആർ നോട്ട് ഗെറ്റിംഗ് ടയേർഡ്. പക്ഷെ രാവിലെ തുടങ്ങി ചെന്നിരുന്ന് ഒരു രാത്രി 8 മണി വരെയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫറ്റീഗ് ഉണ്ടാവും. ആൻഡ് ഈ ഫറ്റീഗ് പൈസ കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ല പലപ്പോഴും. അതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനമാണ് ഇത്. നമ്മുടെ മെന്റൽ ഹെൽത്തും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും നമ്മുടെ ഫാമിലിയുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഇതെല്ലാം കൂടി അറിയാവുന്ന ഒരാള് അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും പ്രയോറിറ്റൈസ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഗോൾസ് റീച്ച് ചെയ്യാനുള്ള പ്രയോറിറ്റികൾ നമ്മൾ നിശ്ചയിക്കണം. ഡിഫൈൻ പ്രയോറിറ്റീസ്. നിങ്ങളുടെ പ്രയോറിറ്റി, ആദ്യത്തെ പ്രയോറിറ്റി എന്താണ്? ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് 4 പേരെ എടുക്കുന്നതെന്ന് അറിയാമോ? എനിക്കൊരു 8 പേരെങ്കിലും ഒരു ദിവസം, കാരണം ആഴ്ചയിൽ 1 ദിവസമേ ഉള്ളേ. അപ്പൊ ഞാൻ അതെല്ലാം ആ ആഴ്ചയിലെ 1 ദിവസത്തേക്കിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പക്ഷെ 4 പേരാകുമ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്യും. 8 പേര് എന്റെ ലിസ്റ്റിൽ കാണും.
ഞാൻ അവരോട് പറയും അടുത്ത സാറ്റർഡേ. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 4 ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എൻ്റെ ഹസ്ബൻഡ് ജോലി സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരും. ആ സമയത്ത് ഞാൻ വൈകിട്ടുള്ള ചായ ഇടാനും എന്തെങ്കിലും ഉണ്ടാക്കാനും ഞാൻ റെഡിയാണ്. അപ്പൊ എനിക്ക് വലിയ സ്ട്രെയിൻ ഇല്ലാതെ എൻ്റെ വർക്ക് ഞാൻ തീർക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. വെൻ ഹി കംസ് ബാക്ക് ഐ എം റെഡി. ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് എന്തെങ്കിലും ഉണ്ടാക്കും. ഞങ്ങൾ രണ്ടും കൂടെ ഇരുന്ന് ചായ കുടിക്കും. ഈ ചായ കുടിക്കുന്ന സമയം വളരെ ക്വാളിറ്റി ടൈമാണ്. എൻ്റെ കൗൺസിലിങ്ങിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറയും. അത് മതി. പക്ഷെ ഒരാൾ കയറി വരുന്ന സമയത്തും ഞാൻ വളരെ തിരക്ക് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ആ തിരക്കിൽ എനിക്ക് ഉണ്ടാക്കുന്ന പൈസ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇതാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളൊരു കാര്യം. ഇനി എക്സ്ട്രാ സ്ട്രെസ് ഉണ്ടാക്കുന്ന പണികൾ, ഇത് എക്സ്ട്രാ സ്ട്രെസ് ആണ് നമുക്കെന്ന് കണ്ടാൽ പിന്നെ അത് ഏറ്റെടുക്കരുത്, വിട്ടേക്കണം. ഇത് ഞാൻ ചെയ്താൽ ഇത് എനിക്ക് പണി കിട്ടും എന്ന വിചാരം വന്നാൽ എക്സ്ട്രാ പണികൾ നമ്മൾ വിട്ടേക്കും. സേ നോ ടു വർക്ക്സ് ദാറ്റ് ഗിവ് യു എക്സ്ട്രാ സ്ട്രെസ്. പിന്നെ എല്ലാത്തിനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. യു ഷുഡ് ലേൺ ടു സെറ്റ് ബൗണ്ടറീസ്. ആ ബൗണ്ടറി പലതാകാം. വർക്കിന്റെ അവിടെ വെച്ച് നിർത്താനും ലൈഫിന്റെ അവിടെ വെച്ച് നിർത്താനും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ ഈ എക്സ്പ്ലോയിറ്റേഷന്റെ അവിടെ വെച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യാം. ഞാൻ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നു. പേരൻസ് ഭയങ്കര വറീഡാണ്. കാരണം അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ വളരെ മര്യാദയ്ക്ക് വളർത്തിയ ഒരു കുട്ടി, മുറിയിൽ 24 മണിക്കൂറും ഇരുന്ന് പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിക്കുന്ന ഒരു കുട്ടി, ഒരു നിമിഷത്തിൽ അവര് റിയലൈസ് ചെയ്യാണ് ഈ കുട്ടിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. എൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോ അത് നിൽക്കുന്നത് പോലും സ്റ്റഡി ആയിട്ടല്ല. കണ്ണൊക്കെ ഇങ്ങനെ മേളോട്ടും താഴോട്ടൊക്കെ പോയിട്ട് ഒരുമാതിരി മയങ്ങി ഇരിക്കുന്ന അവസ്ഥയിലാണ് കൊണ്ടുവരുന്നത്. ഇമ്മീഡിയറ്റ്ലി നമുക്ക് മനസ്സിലായി സബ്സ്റ്റൻസ് യൂസ് ആണ്. ഏതോ ട്രാപ്പിൽ ചെന്ന് പെട്ടിട്ട് ഏതോ ആൺകുട്ടികൾ ഇതിനെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ട്, ഡ്രഗ് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും വീട്ടുകാര് അറിഞ്ഞ് അവര് ഞെട്ടിയിരിക്കാൻ. ഞാൻ എൻ്റെ ഒരു സൈക്കാട്രിസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചു. അവര് കണക്ട് ചെയ്തിട്ട് ഒരു സബ്സ്റ്റൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു എക്സ്പെർട്ടിനെ കണ്ടെത്തി. അവര് വിളിച്ചു പറഞ്ഞു, അവരുടെ റെഫറൻസ് കൊടുത്തോളാൻ പറഞ്ഞു. അവരൊരു പർട്ടിക്കുലർ ഡേ തന്നു. ഇതെല്ലാം പറഞ്ഞ് ഞാൻ ഇവർക്കൊരു ഓഡിയോ സന്ദേശം അയച്ചു. ഇത്ര മണിക്ക് ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടറിനെ പോയി കാണണം, ഇന്ന ആളുടെ റെഫറൻസ് പറയണം. ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ഫോൺ ബെല്ലടിക്കുകയാണ്. വിളിക്കുന്നത് ഇവരാണ്. ഞാനത് കട്ട് ചെയ്തു. രണ്ടാമത് ഞാൻ ക്ലാസ് തുടങ്ങി. വീണ്ടും ഇവര് ഫോൺ അടിച്ചു. ഞാൻ കട്ട് ചെയ്തു. ഇത് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ഞാൻ പിള്ളേരോട് സോറി പറഞ്ഞിട്ട് ക്ലാസ് നിർത്തി ഇത് സൈലന്റ് മോഡിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ അവർക്ക് ഇന്റർവെൽ ആയപ്പോൾ എഴുതി, ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, ഐ എം വെരി ബിസി വിത്ത് സം അതർ വർക്ക് ഓൺ അതർ ഡേയ്സ്. അതുകൊണ്ട് ഇഫ് യു വാണ്ട് ടു ആസ്ക് മീ സംതിങ് യു സെൻഡ് എ ഓഡിയോ, ഐ വിൽ റിപ്ലൈ. അത് കഴിഞ്ഞ് അവര് വായിച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു ചോദിക്കാണ്, ആ ഡോക്ടറിന്റെ പേര് ഒന്നുകൂടെ പറയാമോ? ഞാൻ അയച്ച ഓഡിയോ ഒന്ന് നോക്കിയാൽ മതി. ഞാനൊരു ഓഡിയോയിൽ അയച്ചിട്ടുണ്ട് ഡോക്ടറിന്റെ പേര്, ഹോസ്പിറ്റലിന്റെ പേര്, റെഫർ ചെയ്ത ഡോക്ടറിന്റെ പേര്, സമയം, സ്ഥലമെല്ലാം. അപ്പൊ എന്നോട് ചോദിക്കാണ് ഡോക്ടറുടെ പേര് എന്താണ്. ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ അയച്ച ഓഡിയോയില് ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും എന്നെ വിളിച്ചിട്ട് തന്നെ ചോദിക്കുകയാണ്. ഞാൻ വല്ല എമർജൻസി ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്നത്. അപ്പൊ ഞാൻ കമ്പാരിറ്റീവ്ലി ഫ്രീ ആയിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കാണ്, ആ ഡോക്ടറിന്റെ പേരൊന്ന് പറയൂ, അല്ലല്ല ആ ഹോസ്പിറ്റൽ എവിടാന്നൊന്ന് പറയൂ എന്ന്. അതായത് ഹോസ്പിറ്റലിന്റെ വളരെ അടുത്താണ് ഇവരുടെ വീട്. ആ ഹോസ്പിറ്റൽ എവിടാണെന്ന് ഞാൻ കണ്ടുപിടിച്ച് അവർക്ക് അതിന്റെ റൂട്ട് മാപ്പ് ഒക്കെ അയച്ചു കൊടുക്കണം. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക.
ഇങ്ങനെയുള്ള ആളുകളെ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ എനിക്ക് പറ്റണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ സംഭവത്തോടുകൂടി നിങ്ങൾ ഒരുവിധം പരുവാവും. ഇനി ഞാൻ എങ്ങനെ അവിടോട്ട് പോകണം, അവിടെ ചെന്ന് എങ്ങനെ നിൽക്കണം? എന്നോട് ചോദിച്ചാൽ എന്താണെന്നറിയാമോ? അവിടെ പോയി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഒരു ഹോസ്പിറ്റലിൽ പോയി ആ ഡോക്ടറിനെ കണ്ടിട്ട് ഇന്ന ആളുടെ റെഫറൻസ് പറ, കൃത്യം 10 മണിക്ക് അവിടെ എത്തണം, ഹി വിൽ ബി വെയിറ്റിംഗ് ഫോർ യു എന്ന് പറഞ്ഞൊരു ഓഡിയോ അയച്ചതിന് ശേഷം ആ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ എന്ത് ചെയ്യണമെന്നും ആ ഡോക്ടറിന്റെ പേരൊന്ന് പറയുമോ എന്നും ഈ ആശുപത്രി എവിടെയാണെന്നൊന്ന് കണ്ടുപിടിച്ച് തരുമോ എന്നും ഒക്കെ ചോദിക്കുന്ന ഒരു ക്ലയന്റിനെ നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്തില്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ശരിയാവില്ല. അപ്പൊ നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടത് ചിലപ്പോൾ ചില ബന്ധുക്കളോട് ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിൽ നമ്മുടെ കൊളീഗ്സിന്റെ അടുത്ത് ബൗണ്ടറികൾ കീപ്പ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സഹായിക്കുന്ന ഒരുപാട് ആളുകളോട് നമ്മൾ ഈ തരത്തിൽ ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ടി വരും. ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് ബൗണ്ടറി കീപ്പ് ചെയ്തില്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് ശരിയാവും. അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. നമ്മൾ ഇങ്ങനെ ഒരുപാട് പേര് അവരോട് എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, അവര് പറഞ്ഞു തന്നോളും, അവർ ഔട്ട് ഓഫ് വേ ഹെൽപ്പ് ചെയ്യുന്നവരാണ്, എന്നാൽ അവരെ ഒന്ന് മുതലെടുത്തേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റണം. You have to say no when you have to say no. Don't say yes when you have to say no. ഇത് നിങ്ങൾ ശീലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പല ബാലൻസും തെറ്റിപ്പോകും. അതുകൊണ്ട് ബൗണ്ടറി കീപ്പ് ചെയ്യാം. മറ്റൊരു നമ്മുടെ ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം, let us have friends. The more friends you have, more balanced you are. അത് വർക്ക് പ്ലേസിലാണെങ്കിലും യു ഷുഡ് ഹാവ് ഫ്രണ്ട്സ്, വീട്ടിലാണെങ്കിലും യു ഷുഡ് ഹാവ്, വീട്ടിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും യു ഷുഡ് ഹാവ് ഫ്രണ്ട്സ്. നമുക്ക് എന്ത് കാര്യവും, നമ്മുടെ ഒരു സങ്കടം, നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ഒരു അച്ചീവ്മെന്റ് എല്ലാവരോടും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ അച്ചീവ്മെന്റിൽ സന്തോഷിക്കുന്നവര് എല്ലാവരും അല്ല. വളരെ കുറച്ച് ആളുകളാണ് നമ്മുടെ സന്തോഷത്തില് ഒരു അസൂയ ഇല്ലാതെ സന്തോഷിക്കുന്നവര്. അത്തരം 1, 2, 3 പേരില്ലെങ്കിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ് നിങ്ങൾ ആരോട് പറയും? നമ്മൾ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് പറയാനല്ലേ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. നമ്മുടെ ഷെയറിങ് എന്ന് പറയുന്നത് എല്ലാവരോടും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മളുടെ ഒരു വീട്ടിലെ ദുഃഖങ്ങള്, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങള്, ഇത് പറയാൻ നമുക്ക് ഹാൻഡ്ഫുൾ ഓഫ് ഫ്രണ്ട്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഞാൻ കണ്ടിട്ടുള്ള മിക്കവാറും 99% ഓഫ് ഡിപ്രസീവ് പേഷ്യൻസ് ദേ ഡോണ്ട് ഹാവ് ഫ്രണ്ട്സ്. ആദ്യം ഞാൻ ചോദിക്കുന്നത് ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാണ്? അങ്ങനെ എനിക്ക് അടുത്ത ഫ്രണ്ട്സ് ഒന്നുമില്ല. അല്ല പിന്നെ ഏതെങ്കിലും 2 ഫ്രണ്ട്സിന്റെ പേര് പറയാമോ? എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഇല്ല. ഇത് പറയാത്ത ഡിപ്രസീവ് പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ആർക്കും ഫ്രണ്ട്സ് ഇല്ല. അത് മാത്രമല്ല, വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്ന പല ആളുകൾക്കും യഥാർത്ഥത്തിൽ അവർ ഹാപ്പി ആണെങ്കിൽ, ഹാപ്പി ആയിട്ട് നടക്കുന്നവരല്ല, ഹാപ്പിനെസ് അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഇതാണ് വ്യത്യാസം. അതുകൊണ്ട് ലെറ്റ് us have friends both at workplace as well as in your personal life to make your work life balanced. ഇനിയുള്ളത് നമ്മുടെ വർക്കിംഗ് പോളിസി. നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണല്ലോ, വീട്ടിൽ വർക്കുണ്ട്, നമ്മുടെ ജോലി സ്ഥലത്ത് വർക്കുണ്ട്. ഇത് കുറെ പേര് ഭയങ്കര റിജിഡ് ആണ്. ലെറ്റ് us make our work policies little flexible. അതായത് രാത്രി ഞങ്ങളുടെ ഒരു ക്വസ്റ്റനെയർ, ഞാൻ പണ്ട് ചെറിയ കുട്ടിയല്ല, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സൈക്കോളജി എക്സിബിഷന് ഞങ്ങൾ പോയി. അന്ന് ഞാൻ സൈക്കോളജി അല്ല കേട്ടോ, സൈക്കോളജി എക്സിബിഷൻ കാണാൻ ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ ഒരു ക്വസ്റ്റനെയറിൽ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യമാണ്, രാത്രി നിങ്ങൾ ഹൗസ് വൈഫ് ആണ് എന്ന് വിചാരിക്കുക, നിങ്ങൾ രാത്രി ഒരുപാട് ഒരു ഡിന്നറൊക്കെ കഴിച്ചു, കുറെ ഫ്രണ്ട്സ് ഒക്കെ വന്നു പോയി, ഒരുപാട് പാത്രമെല്ലാം സിങ്കി കിടക്കുകയാണ്, നിങ്ങൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി അടുക്കളയൊക്കെ തൂത്ത് തുടച്ച് ഇട്ടാണോ കിടക്കുന്നത്, അതോ നാളെ കഴുകാം എന്ന് വിചാരിക്കുമോ? ഇതാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഞങ്ങൾ നല്ല നല്ല സ്വഭാവക്കാരാണല്ലോ,
അപ്പൊ ഞങ്ങളെല്ലാം അവിടെ ഇരുന്ന് ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി അടുക്കി പെറുക്കി വെച്ചിട്ട് കിടന്നുറങ്ങുള്ളൂ. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇതേപോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടികളാണ് എഴുതിയത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ. ഞാൻ ഇപ്പൊ തുണി ഉണ്ടെങ്കിൽ അത് മടക്കി വെച്ചിട്ടേ കിടക്കുകയുള്ളൂ. പിന്നെ എന്റെ വീട്ടിൽ അന്ന് തൂത്തില്ലെങ്കിൽ തൂത്തിട്ടേ ഞാൻ ജോലിക്ക് പോവുള്ളൂ. ഈ തരത്തിലെല്ലാം ചെയ്തിട്ടേ പോകൂ എന്ന് എഴുതി വെച്ചു. അതിന്റെ റിസൾട്ട് വന്നപ്പം വളരെ മോശമായ ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ ഒരിക്കലും ഒരു സന്തോഷവതിയായ ഭാര്യയോ ഹൗസ് വൈഫോ ആയിരിക്കുന്നതല്ല എന്നവരെഴുതി. അപ്പൊ ഞാൻ ആ സൈക്കോളജിസ്റ്റിനോട് ചോദിച്ചു, ഞാനിതെല്ലാം ചെയ്യുന്നതാണോ ഇപ്പൊ കുഴപ്പം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നെഗറ്റീവ് റിപ്പോർട്ട് എനിക്ക് തന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ ഒരു ഡിന്നർ കഴിഞ്ഞ് കുറെ ഫ്രണ്ട്സും വന്ന് എല്ലാരും പോയി കഴിഞ്ഞ് രാത്രി 11 മണിയായി കഴിയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം കൂടെ കഴുകി പിറക്കുന്നത് ഏത് മാനസികാവസ്ഥയിലായിരിക്കും? ചില കാര്യങ്ങൾ വിട്ടുകളയാനും അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കാനും നാളെ കഴുകാലോ എന്ന് വിചാരിക്കാനും ഒക്കെ പറ്റണം. ഇത് പറ്റാത്ത ആളുകളെയാണ് നമ്മൾ സൈക്കോളജിയിലെ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ടൈപ്പ് എ പേഴ്സണാലിറ്റിയുടെ ഒരു ദോഷം, അവർക്ക് അപ്പ ചെയ്യണം, അവർക്ക് ടൈം അർജൻസിയാണ്, അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ വെൻ ഐ എം സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ, ഞാനൊരു ടൈപ്പ് എ ആണ് കേട്ടോ. നമ്മൾ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അറിയാം. ഞാനൊരു സിനിമ തിയേറ്ററിൽ പോയി ടിക്കറ്റ് മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ ആ സിനിമ കാണാത്തതാണ് നല്ലത്. എനിക്ക് ടെൻഷൻ കൊണ്ട് സഹിക്കാൻ പറ്റൂല. ഐ ഡോണ്ട് ലൈക്ക് ടു സ്റ്റാൻഡ് ഇൻ എ ക്യൂ. എനിക്ക് അവിടെ നിന്ന് ഓടണം. ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് എക്കാർ അങ്ങനെയാണ്. ഇതെങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കും? ക്യൂ ഇഷ്ടമല്ല. അതേപോലെ ബസ് ഞാൻ കാത്തു നിൽക്കില്ല. ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ബസ് വന്നില്ലെങ്കിൽ ഞാൻ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് നടക്കും. അതെന്തിനാന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഇത് ടൈപ്പ് എ പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ്. എന്തിന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന? അടുത്ത ബസ് സ്റ്റോപ്പ് വരെ നടക്കുന്നതിനുള്ളിൽ ഞാൻ തിരിഞ്ഞിരുന്ന് നോക്കി നടക്കും. ബസ് വന്നാൽ കൈ കാണിക്കും, അവരെന്നെ കയറ്റി കൊണ്ടുപോകും. ഞാൻ എന്തിനാണ് അത്രയും ദൂരം നടന്നതെന്ന് എനിക്കറിയില്ല. അതേപോലെ ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ നടന്നുകൊണ്ടേയിരിക്കും. എവിടെങ്കിലും ഓട്ടോറിക്ഷ വന്നാലേ കയറുള്ളൂ. അതേ സമയത്ത് എന്റെ നെയ്ബേഴ്സ് പലരും ഫോൺ ചെയ്ത് ഓട്ടോറിക്ഷയെ വീട്ടിൽ വരുത്തി ആ വീടിന്റെ വാതിൽക്ക് നിന്ന് കയറിപ്പോവും. ദിസ് ഇസ് ദ ഡിഫറൻസ്. ഇത് പേഴ്സണാലിറ്റിയുടെ വ്യത്യാസമല്ലേ? ഇത് പലപ്പോഴും എന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്. ബിക്കോസ് എന്റെ മകനൊക്കെ എന്നെ വിളിക്കുന്നത് അതെ മിസ്സസ് അക്ഷമ വരുന്നു എന്നാണ്. ഡോക്ടർ അക്ഷമ. അമ്മയുടെ പേര് മാറ്റി അക്ഷമ എന്നിട്ടാലോ എന്ന് പറയുന്നത് വെറുതെയാണോ? എനിക്ക് എപ്പോഴും ഒരു അക്ഷമയാണ്. വേഗം കാര്യങ്ങൾ ചെയ്യണം. ഈ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് വേഗം ചെയ്യാൻ പാടില്ലേ? അതിപ്പോ എത്ര നേരമായി? ഈ തരത്തിലുള്ള ഒരു വ്യഗ്രതയോ ഒരു അക്ഷമയോ എനിക്കുണ്ട്. ഇതിനെ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയും. ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി അത്ര വർക്ക് ലൈഫ് ബാലൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ല. ലെറ്റ് us be little flexible in our work. അതവിടെ കിടന്നോട്ടെ. അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് ഒക്കെ ടൈപ്പ് ബി പേഴ്സണാലിറ്റിയുടെ എക്സ്ട്രീമാണ്. എന്തിനിപ്പോ ഇത് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. എനിക്കത് അപ്പ ചെയ്തില്ലെങ്കിൽ ഇരിക്കാനും വയ്യ. റസിന, നീ ഇരുന്ന് ഈ ചായ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ചായയുടെ ആ ഇട്ട പാത്രം, ചായ ഇളക്കിയ പാത്രം, സ്പൂൺ ഇട്ട പാത്രം, ഇതെല്ലാം കഴുകി വെച്ചിട്ടേ ഞാൻ ചായ കുടിക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും അതവിടെ ഇരുന്നോട്ടെ, ചായ കുടിച്ചിട്ട് വന്ന് എല്ലാം കൂടെ കഴുകാമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കത്തില്ല. അപ്പൊ ഈ ചായ ഇട്ട് എന്റെ ഹസ്ബൻഡിന് ഇട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ലേറ്റ് ആകുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ ഒരു വർക്ക് ലൈഫ് ബാലൻസിന്റെ ഒരു ചെറിയ ഡിഫറൻസ് വരുന്നില്ലേ? ഹീസ് മിസ്സിങ് മീ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അപ്പൊ ഞാൻ ഈ പാത്രം കഴുകി വെച്ചിട്ട് വരാമെന്ന് പറയും. അത് പിന്നെ കഴുകിയാൽ പോരെ എന്ന് ചോദിക്കും. കാരണം എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ ഇങ്ങനെ ഒരു ചെറിയ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രൈ ടു ചേഞ്ച്, മേക്ക് യുവർ വർക്ക് ഷെഡ്യൂൾ എ ലിറ്റിൽ ഫ്ലെക്സിബിൾ so that you will be able to enjoy the tea, you will be able to enjoy the dinner. അല്ലെങ്കിൽ you will feel like inviting your friends again and again. അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് വരുന്നത്, ചില വീട്ടുകാരില്ലേ
റിലേറ്റീവ്സിനെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ ആ ഇറച്ചി ഈ ഇറച്ചി ആ മുട്ടക്കറി ഈ മുട്ടക്കറി മീൻ വറുത്തത് കറി വെച്ചത് പിന്നെ 10 തരം കറികൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ആ ഗസ്റ്റിനെ വിളിക്കാനുള്ള ആ ഒരു ടെൻഡൻസിയിൽ ഒരു കുറവ് വരും. പക്ഷെ നമ്മള് അതിലൊരു ഷെഡ്യൂളിൽ ഒരു ഇത്തിരി മാറ്റം വരുത്തിയാൽ നമുക്ക് എത്ര പേരെ വേണേലും നമുക്ക് വെൽക്കം ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ബ്രദറോ വൈഫോ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആരായാലും അവര് വരുമ്പോ അവരാദ്യമേ വിളിച്ചു പറയും, നീ കുറച്ച് കഞ്ഞിയും കുറച്ച് പയറും വെച്ചേരെ, കഞ്ഞിയും പയറും മതി. എന്തൊരു സമാധാനം, എന്തൊരു സന്തോഷം. ഇതും വർക്ക് ലൈഫിൽ പെടുന്നതാണ്. കുറെ വെച്ച് വിളമ്പി കുറെ ആളുകളെ പ്ലീസ് ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ പെറുപിറ നിന്നുകൊണ്ട് പാത്രങ്ങൾ കഴുകണം, ഇനി അത് ചെയ്യണം ഇത് ചെയ്യണം, ഇതിനൊക്കെ വരാൻ കണ്ട നേരം ഇങ്ങനെ ചോദിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന സാധനം സന്തോഷമായിട്ട് കൊടുത്ത് ആ പാത്രം അവിടെ കിടന്നോട്ടെ, നാളെ സമയം ഇത്തിരി താമസിച്ച് എണീറ്റ് വന്ന് കഴുകാം എന്ന് വിചാരിക്കുന്ന ഒരു ഫ്ലെക്സിബിലിറ്റി നമ്മൾ അലോ ചെയ്താൽ നമുക്ക് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ കൊണ്ടുപോകാനായിട്ട് പറ്റും. സെൽഫ് കമ്പാഷൻ, നമുക്ക് നമ്മളോടൊരു സഹതാപം തോന്നണം. ഷോ, ഇന്ന് ഞാൻ എത്ര ജോലി ചെയ്തു, ഇനി ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ പോവാണ്. ഇതൊരു നല്ല ആറ്റിറ്റ്യൂഡ് അല്ലേ? രാവിലെ മുതൽ ഞാൻ ജോലി ചെയ്യാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓടി വന്ന് ഇപ്പൊ ഞാൻ രാവിലെ എണീറ്റ് കൗൺസിലിങ്ങിന് പോകുന്നു, കൗൺസിലിംഗ് കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് പോകുന്നു, അത് കഴിയുമ്പോൾ ഡാൻസിന് പോകുന്നു, അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് കുക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീട് തൂക്കുന്നു, ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതൊന്നും ചെയ്യാതെ ഇതൊക്കെ എന്തിനു ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭർത്താവ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ഒരു 9 o'clock ആകുമ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ എടുത്ത് ആ ടിവിയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് വളരെ സ്പീഡിൽ ഒരു കാര്യം ചെയ്യും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു TV പ്രോഗ്രാം വെച്ചു തരും. ഇതെന്താണെന്നറിയോ? എന്റെ ആ ഇരിപ്പ് കണ്ടാൽ അറിയാം ഇനി ഞാൻ ഇരിക്കുന്നത് ടു എൻജോയ്, ടു റിലാക്സ്, ടു റിക്രിയേഷൻ, ഇതിനെല്ലാം കൂടെ ഞാൻ വന്ന് ഇരിക്കുകയാണെന്നറിയാം. സോ ഹി വിൽ സേ, എന്ത് വേണം? മലയാളം സിനിമ വേണോ? ഇപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ട് ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, ഹി വിൽ കീപ് ദാറ്റ് ഫോർ മീ. ഇത് എനിക്ക് എന്നോടുള്ള ഒരു കമ്പാഷനാണ്. എന്റെ ഹസ്ബൻഡിന് എന്നോട് കമ്പാഷൻ വരാൻ കാരണം എനിക്ക് എന്നോടൊരു കമ്പാഷൻ ഉണ്ടെന്നറിയാം. ഇനി ഞാൻ ഒന്നും ചെയ്യുന്നല്ല, ഞാൻ ഇനി ഇവിടെ ഇരുന്ന് അടുത്ത കുറെ നേരം ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്, സിനിമ കാണാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ അവിടെ അപ്പീലില്ല. അപ്പൊ നമുക്ക് എപ്പോഴും ഒരിക്കലും ഒരു ത്യാഗി ആവേണ്ട ആവശ്യമില്ല. സ്ത്രീകളൊക്കെ ത്യാഗിയായി ഒരു പരുവാണ്. ആദ്യം ഈ ത്യാഗിയാകുന്ന ഇടപാട് അങ്ങോട്ട് നിർത്തണം. ഇഫ് യു ലവ് ടു ഡു എ ജോബ്, ഡു ഇറ്റ്, ഓർ യു ഡു മിനിമം ജോബ്. നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അതൊരു മിനിമത്തിൽ അങ്ങോട്ട് ഒതുക്കിയാൽ മതി. ആരെങ്കിലും പ്ലീസ് ചെയ്യിപ്പിക്കാനും എത്ര കാലം നമുക്കത് പറ്റും. ഈവൻ വാക്കുകൾ കൊണ്ട് ആണെങ്കിലും ഒരുപാട് ആളുകളെ ഒരുപാട് ആവശ്യമില്ലാതെ നമുക്ക് പ്ലീസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ലെറ്റ് us ബി കമ്പാഷനേറ്റ് ടു യുവർ സെൽഫ് ആൻഡ് ലെറ്റ് us റെസ്പെക്ട് അവർ സെൽഫ്സ്. നമുക്ക് നമ്മളോട് സെൽഫ് ലവ്, സെൽഫ് കമ്പാഷൻ, സെൽഫ് റെസ്പെക്ട് ഇതൊക്കെ വരുമ്പോ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് നമ്മളോട് നമ്മുടെ പേഴ്സണൽ ലൈഫിനോട് ഓട്ടോമാറ്റിക്കലി ഒരു ബാലൻസ് വന്ന് ചെയ്യും. ഇനി ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടേക്ക് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. കുറെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക, പിന്നെ എവിടെങ്കിലും സമാധാനമായിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് ഡെഫിനറ്റ്ലി ക്യാൻ ഇൻക്ലൂഡ് വാട്ട് എവർ തിങ്സ് യു ലവ് ടു ഡു. ഞാൻ കുറെ പണി ചെയ്തിട്ട് വന്ന് ഒരു സാരി പെയിന്റ് ചെയ്യും, ദാറ്റ് ഈസ് മൈ ബ്രേക്ക്. അതൊരു വർക്കല്ല. ഒരു സാരിയിൽ പെയിന്റ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വർക്കായിട്ട് എടുക്കാറില്ല. ദാറ്റ് ഈസ് മൈ റെക്രിയേഷൻ, ബിക്കോസ് ഐ എൻജോയ് ഡൂയിങ് ഇറ്റ്. അതെന്റെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് ആണ്. അപ്പൊ യു ക്യാൻ ടേക്ക് എ ബ്രേക്ക്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണികൾ ചെയ്യാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് കുറച്ച് സമയം ചെലവഴിക്കാം. എനിക്ക് ഭയങ്കര ടയേർഡായിട്ട് തോന്നുമ്പോൾ ഞാൻ 1-2 പേരെ ഫോൺ ചെയ്ത് കുറെ നേരം വർത്താനം പറയും. ഈ 1-2 പേരെന്ന് പറയുന്നത് എന്നെ അത്രയ്ക്ക് മനസ്സിലാക്കുന്ന, എന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ റസീനെ വിളിച്ചെങ്കിൽ എന്തോ കാര്യമുണ്ട് എന്ന് വിചാരിക്കുന്ന 1-2 പേര് വിളിച്ച് ഫോൺ ചെയ്ത് അതുവരെയുള്ള എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് അവരുടെ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഐ എം പെർഫെക്റ്റ്ലി ഹാപ്പി.
അപ്പൊ ഇതിനാണ് നമ്മൾ പറയുന്നത് നമുക്കൊരു ബ്രേക്ക് വേണം. ഇതും ഒരു ബ്രേക്കാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ടൂർ പോകണം. ഡെഫിനറ്റ്ലി എ ബിഗ് ബ്രേക്ക്. നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ വെറുതെ ഒരു യാത്ര. നീ ഒന്നും കണ്ടില്ലെങ്കിൽ വെറുതെ ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ചിലപ്പോ എന്റെ മോനെ വിളിച്ചിട്ട്, എടാ നമുക്ക് വെറുതെ ഒരു ഡ്രൈവിന് പോയിട്ട് വരാം. പിള്ളേരെയും ആരെയും എല്ലാരെയും കൂടെ കയറ്റി ഒരു ഡ്രൈവ്. അത് ചിലപ്പം ഞങ്ങൾ അങ്ങ് ദൂരെ വരെയൊക്കെ പോയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് പാട്ടൊക്കെ പാടി തിരിച്ചു വരുമ്പോൾ യു ആർ റിലീവ്ഡ്. ഇറ്റ് ഈസ് എ ബ്രേക്ക്. പൈസ മുടക്കി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രേക്കുകളൊന്നും വേണമെന്നില്ല. നിങ്ങളുടെ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ എവിടെങ്കിലും ചെന്നിരിക്കുന്നത് പോലും ഒരു ബ്രേക്കാണ്. അത്തരത്തിലുള്ള ബ്രേക്ക് എടുത്തില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ എനർജി റീകൂപ്പ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞല്ലോ, എനർജി ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കണം. ആ എനർജി ഫ്ലോ ചെയ്യണമെങ്കിൽ അത് തിരിച്ച് റീകൂപ്ഡ് ആയിട്ട് നമ്മളിലേക്ക് തന്നെ വരണം. ആ റീകൂപ്പ് ചെയ്യാനുള്ള മാർഗത്തിനാണ് നമ്മൾ ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ്? ഞാൻ ഏകദേശം ഞാനൊന്ന് നോട്ട് ചെയ്ത് വെച്ച പല കാര്യങ്ങളും കവർ ചെയ്തു. നമ്മുടെ സമയത്തിലേക്ക് അടുക്കുകയാണ്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. Everything is your attitude. If you want to make your work-life balance, you can definitely do it because you have long 24 hours in front of you. 24 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, if there is a will, there is a way. You can make both your workplace happy as well as your family happy. Okay, അതിന് വേറെ കുറെ കാര്യങ്ങൾ വേണ്ട. നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി, നമ്മുടെ ശാരീരിക ക്ഷമത, നമ്മുടെ മാനസിക ക്ഷമത, നമ്മുടെ സാമൂഹ്യ ക്ഷമത, നമ്മുടെ ആത്മീയ ക്ഷമത. ഈ 4 കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് വഴി നമുക്ക് ഈ ലോകത്തില് നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റാത്തതായ ഒരു കാര്യവും ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാവും. Okay, thank you friends for listening to me, and thank you Usha and Alice madam for giving me this opportunity to meet and speak to such a good crowd. Thank you. Thank you ma'am. Thank you. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാ സൊല്യൂഷനും എല്ലാ ഡൗട്ടും നിങ്ങൾക്ക് ഇപ്പോഴും ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മാം. മാമിൻ്റെ കഴിഞ്ഞു, പക്ഷെ ഇപ്പോഴും ആളുകൾ കയറുന്നുണ്ട്. അപ്പം ആ ഒരു ട്രയാങ്കിൾ മാത്രം മതിയല്ലോ നമുക്ക്. റെസ്റ്റ്, വർക്ക് ആൻഡ് റിക്രിയേഷൻ അല്ലേ? അതുകൊണ്ട് ആലിസ് മാഡം ഇപ്പൊ കുറച്ച് നാൾ കൊണ്ട് ഒരു വളരെ മനോഹരവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കയറിയിരിക്കുന്നത്. അല്ല, ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ല, എനിക്കും അത് കാണുമ്പോ ഈ കാണുന്നവർക്കും ഒരു സന്തോഷമാണേ. അച്ഛൻ കേറിയിട്ട് അച്ഛൻ കുറെ നേരം ഇത് എടുക്കാൻ നോക്കി, അച്ഛൻ്റെ ഇല്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ഏത് ഏജിലും അച്ഛനത് കണ്ടപ്പോ ഒരു ഭയങ്കര സന്തോഷം തോന്നി. ഉഷയോട് ചോദിക്കാണ്, ഇതെങ്ങനെയൊന്ന് മാറ്റിയെടുക്കും, അച്ഛൻ വേറെ എന്തിലോ കയറിയിരുന്നു, അതെങ്ങനെയൊന്നും മാറ്റിയെടുക്കും. അപ്പോഴും ഇപ്പോഴും ലേൺ ചെയ്യാനുള്ള ആ ഒരു മനസ്സും ഒക്കെയാണ് ഞാൻ കണ്ടത് അപ്പൊ അച്ഛൻ്റെ ആ ഒരു സംസാരത്തില്. അപ്പൊ ഈ മാഡം പറഞ്ഞ പോലെ ഈ പാത്രം കഴുകുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ ചെയ്യുന്ന ട്രിക്ക് കേട്ടാൽ നിങ്ങളൊക്കെ അത്ഭുതപ്പെടും. ആരെങ്കിലും അങ്ങനെ ഇല്ലെങ്കിൽ, അങ്ങനെ രാത്രി അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്കൊരു വലിയ പാത്രമുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിന്റെ, എല്ലാം കൂടി അതിനകത്ത് പറക്കിയിട്ടിട്ട് ഞാൻ പുറത്തേക്കാണ്ട് വെക്കും. എനിക്ക് ശരിക്കും ഒരു ഈ പറഞ്ഞ മാതിരി ഒരു ഇതുണ്ട്, പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അടുക്കളയിൽ കിടക്കണ കാണാൻ പാടില്ല എനിക്ക്, വാഷ് ബേസിനിലിരിക്കണ കാണാൻ വയ്യ. അപ്പം ഞാൻ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. പിറ്റേ ദിവസം ആള് വരും കഴുകാനായിട്ട്, അപ്പോഴേക്കും എന്താ ചെയ്യുക, ഒക്കെയാണ് പുറത്തോട്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ വീട് ക്ലീനായി, സാധനമൊക്കെ പുറത്തു പോയി. 5 മിനിറ്റിൽ ക്ലീനിങ് കഴിഞ്ഞു. എക്സ്ക്യൂസ് മീ മാഡം. ഹലോ മാഡം. മാഡം പറഞ്ഞ മാഡത്തിന്റെ ഹസ്ബൻഡ് ടൈപ്പ് ബി പേഴ്സണാലിറ്റി ആണ്, മാഡം ടൈപ്പ് എ ആണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ എനിക്കൊന്ന് മാഡത്തിന്റെ ഹസ്ബൻഡിന് വലിയ ഇഷ്യൂ ഉണ്ടാവില്ല, വർക്കും ലൈഫൊക്കെ നന്നായി ബാലൻസ് ചെയ്ത് പോകുന്നുണ്ടാവും എനിക്ക് തോന്നുന്നു അല്ലേ? അല്ല, എല്ലാവരും അവരുടേതായ വർക്ക് ലൈഫ് അവരുടേതായ രീതിയിൽ ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും. അതിന് ടൈപ്പ് എ എന്നോ ടൈപ്പ് ബി എന്നോ ഇല്ല. ടൈപ്പ് ബിക്കാർക്ക് അവരുടേതായ സ്ട്രാറ്റജീസ് ഉണ്ട്, ടൈപ്പ് എക്ക് എനിക്ക് എന്റേതായ സ്ട്രാറ്റജീസ് ഉണ്ട്. ടൈപ്പ് എ വർക്കഹോളിക് ആണോ മാഡം? അതെ, വർക്കഹോളിക്സ് ആണല്ലേ?
അതെ അതെ അത് രണ്ടും എക്സ്ട്രീമിൽ പോകരുതെന്നാണ് പറയുന്നത്. രണ്ടും എക്സ്ട്രീമിലേക്ക് പോകാതിരുന്നാൽ മതി. രണ്ടും നല്ലത് തന്നെയാണ്. പിന്നെ മേഡം ഞാൻ വേറൊരു കാര്യം, ഈ വർക്ക് ലൈഫ് ഇതുവരെ ബന്ധപ്പെട്ടതല്ല, എന്നാലും ഈ മേഡം പറഞ്ഞില്ലേ വീട്ടിലെ ദോശ ചൂടുന്നത് മറ്റേയാൾ ചെയ്യുന്നില്ല എന്നുള്ളത്. അത് എനിക്കൊന്ന് ചെറുപ്പത്തിലെ കുട്ടികളെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ദോശ ചൂടാനും ഇങ്ങനെയുള്ള പണി ശീലിപ്പിക്കാത്തതുകൊണ്ടും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. സ്ഥിരം ചെയ്യുന്ന ഒരു പണി ബുദ്ധിമുട്ടായി തോന്നില്ലല്ലോ. അതായത് ഞാൻ പറയുന്നത് കുക്കിംഗ് മനുഷ്യന് ജീവിതകാലം മുഴുവൻ വേണ്ട ഒരു കാര്യമല്ലേ. കുക്കിംഗ് അല്ലേ മേഡം, ദിവസം ഭക്ഷണം കഴിക്കണ്ടേ? അതെ 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 അപ്പൊ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ ഇതൊരു സിലബസിൽ ഉൾപ്പെടുത്തുക. LKG തൊട്ട് തന്നെ കുക്ക് ചെയ്ത് ചെറിയ LKG നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. UKG ഫസ്റ്റ് സ്റ്റാൻഡൊക്കെ ചായ അങ്ങനെ ചെറിയ ചെറിയ കൂടി SSLC എത്തും ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന അതുമാതിരി ഈ സിലബസിൽ ഉൾപ്പെടുത്തുക. അപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യല്ലോ. അത് അപ്പൊ ഒരു ചെയ്യും. ബുദ്ധിമുട്ട് ഇതിന്റെ തോന്നില്ല. നമ്മുടെ സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുക. ഇത് അതെ എത്ര അതെ. സ്കൂളിൽ പഠിപ്പിച്ചാലും നമ്മുടെ വീടുകളിൽ അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിൽ അത് അതിന്റെ ഒരു പാർട്ട് അല്ലെങ്കിൽ ദേ വിൽ നോട്ട് ഡു ലൈക്ക്. വീട്ടിലൊക്കെ ചെറിയ പ്രായത്തിൽ ചെയ്തിരുന്ന ആൺകുട്ടികളൊക്കെ ആഫ്റ്റർ മാരേജ് അവർ പിന്നെ ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണത്. അത് സ്ലോലി മാറും. അത് മാറ്റിയേ അല്ലാതെ പറ്റുള്ളൂ നമ്മൾ മേഡം. മാറ്റിയേ അതില് പറ്റൂ. ഉം. വിദേശത്തൊക്കെ പോകുമ്പം ഈ പരിശീലനമൊന്നും ഇല്ലാതെ തന്നെ ആൺകുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് അവിടുത്തെ കൾച്ചറിൽ അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് നമ്മുടെ ഈ കൾച്ചറിന് പല കൾച്ചർ കുഴപ്പമുണ്ട്. മേഡം പറഞ്ഞ വഴി ക്ലീൻ ചെയ്യുമ്പോൾ ആൾക്കാർ പറഞ്ഞില്ലേ, ആൾക്കാർ വഴി ക്ലീൻ ചെയ്യുന്ന ഇപ്പം വഴി ക്ലീൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ജോലികൾ അധമമാണെന്നും മറ്റേ ഡോക്ടർ ജോലി നല്ലതാണെന്നും വിചാരിക്കുന്ന ആൾക്കാരാണല്ലോ കേരളത്തിലുള്ളത്. അപ്പൊ മേഡം വഴി ക്ലീൻ മറ്റവർ ചെയ്യാത്തതിന്റെ ഒരു കാരണം അതും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ ചില ജോലി ചീത്ത, ചില ജോലി നല്ലത് എന്നുള്ള സങ്കല്പവും അതും എനിക്ക് തോന്നുന്നു മേഡം പറഞ്ഞ വെസ്റ്റേൺ കൺട്രീസിൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് ജോലിക്കും ജോലിയുടെ മഹത്വം ഉണ്ട്. അതൊരു കാരണമാണ്. ശരി മേഡം. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനില്ലെങ്കിൽ മാഡത്തിന്റെ സമയം കളയണ്ട. സ്ലീപ്പ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. റസിന മാഡം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ആലോചിച്ച്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കാം, മാഡം ആ 3 ക്വസ്റ്റ്യൻസ്, ആർ യു ഹാപ്പി, ആർ യു അറ്റ് ഈസ്, ആർ യു ഡൂയിങ് ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. അവിടെ തോട്ടും ഇമോഷനും ആക്ഷനും എല്ലാം വന്നു. ഒന്നുകൂടെ പറയാം. ആർ യു ഹാപ്പി, രണ്ടാമത് പറഞ്ഞ ആർ യു അറ്റ് ഈസ്. മാഡം പറഞ്ഞില്ലേ നമുക്ക് എക്സ്ട്രാ സ്ട്രെസ്, അതായത് സ്ട്രെസ്സിന്റെ ഇങ്ങനെ ഒരു പാരബോളിക് ഗ്രാഫ് ആണെങ്കിൽ യൂസ്ട്രെസ് നമുക്ക് ആവശ്യമാണ്. അത് നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ കുറച്ചു നാൾ ഇത് ഓവറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻസ് വരും. വി ആർ നോട്ട് അറ്റ് ഈസ് ഇൻ ഡൂയിങ് ദാറ്റ്. അതാണ് ഉദ്ദേശിച്ചത്. ആർ യു ഹാപ്പി, ആർ യു അറ്റ് ഈസ്, ആർ യു ഡൂയിങ് ഇറ്റ് ഹോൾ ഹാർട്ടഡ്ലി. താങ്ക് യു മാഡം. ഇത് മാഡത്തിന്റെ ഒരു സൺഡേ സ്കില്ലിലെ ക്ലാസ് ആണ്. അത് ഞങ്ങളെടുത്ത് പലപ്പോഴും യൂസ് ചെയ്ത് തുടങ്ങി. മാഡം പറഞ്ഞ പല കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോ എവിടെയെങ്കിലൊക്കെ എടുത്തു പിടിക്കുന്നത്. അതെ അത് മാഡം പറയൂലോ, മാഡം ഓരോ ക്ലാസ് എടുക്കുമ്പോൾ പറയും നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അതൊരു വളരെ പറഞ്ഞ പലരും പറയാത്തൊരു കാര്യമാണ്. മാഡം പറയുന്ന ഇത്രയും പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ക്ലാസ്സിന് പോകുമ്പോ പറയാം എന്ന് പറയുമ്പോ തന്നെ നമുക്കത് ശരിയാണ്, അതൊക്കെ അങ്ങോട്ട് എടുത്ത് പൂട്ടി. പ്രേമമാമിന്റെ നമ്മുടെ ബുക്ക് ക്ലബിൽ പറഞ്ഞൊരു കാര്യം, ലോഡ് ഓഫ് ഇൻഫർമേഷൻസിന്റെ ഓവർലോഡിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കോഴി അതൊക്കെ ഉള്ളിലേക്ക് കേറിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിലും അത് പറയുന്നുണ്ട്. നമ്മളിങ്ങനെ കൊത്തിയെടുക്കണം നമുക്ക് ആവശ്യമുള്ളതെന്ന് മാത്രം കൊത്തിയെടുത്താലേ. അതെ, അപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് പിന്നെ ജോലി സ്ട്രെസ് എന്നൊക്കെ പറയാൻ നമുക്കത് എങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഓരോരുത്തരുടെ പിന്നെ അത് പേഴ്സണാലിറ്റി ടൈപ്പും അവരുടെ വർക്കിന്റെ നേച്ചറും വീട്ടിലുള്ള ഇതെല്ലാം കൂടി തന്നെയാണ്. അതാണ് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ നല്ലോണം വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ എനിക്ക് അവിടെ
ഒരു ഇംബാലൻസ് എനിക്ക് തോന്നിയിട്ടില്ല പലപ്പോഴും. വീട്ടിൽ വന്നിട്ട് എല്ലാ ജോലികളും ചെയ്യണം. പക്ഷെ അതെനിക്ക് തോന്നിപ്പറ്റി മാഡം പറഞ്ഞ പോലെ നമുക്കൊരു ആറ്റിറ്റ്യൂഡാണ്. ഇത് രണ്ടും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ, പഠിപ്പിക്കുന്നതാണെങ്കിൽ ഭയങ്കര ഇഷ്ടം, പരീക്ഷ പേപ്പർ നോക്കുന്നതും പ്രാക്ടിക്കൽ നടത്തുന്നതും മണിക്കൂറുകളോളം പറഞ്ഞു കൊടുക്കുന്നതും ഇഷ്ടം. അതേപോലെ തന്നെ വീട്ടിൽ വന്നിട്ട് പിള്ളേരും ഹസ്ബൻഡിന്റെയും കൂടെ ചെയ്യുന്നതും ടൂർ പോകുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ അടിച്ചു പൊളിക്കുന്നതും സാന്ത്വനയിൽ ഓണാഘോഷം നടത്തുന്നതും പിന്നെ അങ്ങനെയുള്ള മാംഗോ മെഡോസിൽ പോകുന്നതും വെള്ളത്തിൽ ചാടുന്നതും അങ്ങനെയുള്ള അതെല്ലാം എല്ലാം നമ്മൾ ഹോൾ ഹാർട്ടഡ്ലി എൻജോയ് ചെയ്യുകയാണെങ്കിൽ ഈ ബാലൻസ് ഒരു വലിയ പ്രോബ്ലം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെയൊക്കെ ജനറേഷനിൽ, ഇപ്പോഴത്തെ ജനറേഷൻ പറയുന്നതൊന്നുമല്ല, നിങ്ങളൊന്നും ജീവിച്ച പോലെ ഒന്നും അല്ല ഞങ്ങൾക്കൊക്കെ അത്രയ്ക്ക് സ്ട്രെസ് ആണെന്നാണ് ഇപ്പോഴത്തെ കുട്ടികളോ ഞാനുമായിട്ട് എനിക്കും എൻ്റെ അടുത്തും പലരും വരുമ്പോൾ അവർ പറയുന്നത്. പ്രത്യേകിച്ചും ഈ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവർ. അത് നമ്മൾ എന്ത് ചെയ്യും? അവരോട് എന്ത് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? കാരണം അവരുടെ പ്രോബ്ലംസ്, വീട്ടിലെ പ്രോബ്ലംസ് രണ്ടും കൂടി പറയുമ്പം എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ നിങ്ങളെ ആ പ്രത്യേക സിറ്റുവേഷൻ അനുസരിച്ച് യു അഡാപ്റ്റ് യുവർ സെൽഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആറ്റിറ്റ്യൂഡ് മാറ്റാതെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു മാഡം. സിനിമ വളരെ പോയിന്റ് വൈസ് പറഞ്ഞു. ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്, പക്ഷെ ഈ പോയിന്റ് വൈസ് പറഞ്ഞപ്പോണ്ടല്ലോ അതിങ്ങനെ ഓരോ കട്ട ഇങ്ങനെ എടുത്തു വെക്കുന്ന പോലെയായിരുന്നു ശരിക്കും പറയണെങ്കിൽ. ഓക്കെ മാഡം, കാണാം. അതെ, ഹലോ മാഡം. ഹലോ മാഡം, ഈ മാഡം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഈ കുക്കിങ്ങിന്റെ പ്രശ്നം, നമുക്ക് ഫുഡ് എന്ന് പറയുന്ന എൻ്റെ ലൈഫ് നമ്മുടെ ലാസ്റ്റ് വരെയും ഇമ്പോർട്ടൻറ്റും വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് രണ്ടുപേരും ചേർന്ന് കുക്ക് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട് കിച്ചണിൽ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ സപ്പോസ് വൈഫിന്റെ സൈഡിൽ നിന്ന് സപ്പോസ് ഇൻ കേസ് ഒരു സമയത്ത് അവര് സുഖമില്ലാതെ കുറച്ച് ദിവസം കിടക്കാണ്, അപ്പോൾ അന്നേരം ഒരു പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടല്ലോ അവിടെ ഫുഡിന്റെ കാര്യം. അപ്പൊ ഹസ്ബൻഡിന് കുക്കിംഗ് വളരെ വശമല്ല അല്ലെങ്കിൽ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താണ് പ്രശ്നം വരുന്നത്? അതെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? മാഡം തുടക്കത്തിൽ അവസാനവും പറഞ്ഞതാ, ഇന്നത്തെ കാലത്തെ കുക്കിംഗ് നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ യൂട്യൂബ് കുത്തിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാനുള്ളത് കിട്ടും. അല്ല, എല്ലാവരും അത് ഇൻട്രസ്റ്റ് ആയിരിക്കണമല്ലോ. ഇൻട്രസ്റ്റ് അല്ല, അതിപ്പോ നമുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു പോവില്ലേ സർ? അതെ മാഡം, അല്ലെങ്കിൽ കഞ്ഞിയും പയറും കുക്കറിൽ ഒന്നിച്ചിട്ടിട്ട് ഉണ്ടാക്കി കഴിക്കണം. അതിന് മറുപടി ഞാൻ പറയാം. ഞാൻ റെയിൽവേയില് സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് ഡിണ്ടിഗലിലെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടായിരുന്നു കുറച്ച് നാള്. അപ്പൊ അവിടെ ചെന്ന് ആ സ്ഥലത്തിന്റെ സ്റ്റേഷന്റെ ഡിണ്ടിഗലിൽ നിന്ന് അടുത്ത ഒരു സ്റ്റേഷനാണ് താമരൈപ്പാടി എന്ന് പറയും. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന് വെച്ചാൽ അവിടെ ട്രെയിൻ നിർത്തുമൊന്നുമില്ല. അവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ പോണം ചായ കുടിക്കാൻ. അപ്പൊ ആദ്യത്തെ ദിവസം ഞാൻ ചായ കുടിക്കാൻ പോയി, അതിനുശേഷം തിരിച്ചു വന്നു, പിന്നെ ഉച്ചയ്ക്ക് ഊണ് പിന്നെയും പോയി. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ എന്റെ സഹോദരിയെ കേരളത്തിൽ വിളിച്ച് ചോദിച്ചു എനിക്ക് എങ്ങനെയാണ് ചായ ഉണ്ടാക്കാൻ. അപ്പൊ എന്റെ ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു. പിന്നീട് ഞാൻ കഞ്ഞി വെക്കാൻ പഠിച്ചു, പിന്നീട് ഞാൻ ഇതുണ്ടാക്കാൻ പഠിച്ചു. അതിനുശേഷം ഓരോന്നും നമ്മൾ പഠിച്ചു, ഒരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പൊ നമ്മള് ആ അത്യാവശ്യം വന്നപ്പോ, സർവൈവൽ വന്നപ്പോ നമ്മൾ പഠിച്ചു എന്നുള്ളതാണ്. യെസ് മാം, മാഡത്തിന്റെ തിരക്കുണ്ടെന്ന് അറിയാം. വീണ്ടും 9:30 എന്റെ വീട്ടിലെ ഫുഡ്. അപ്പൊ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണ്ടേ? താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു, മനോഹര സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു.